PR ശിവശങ്കർ EDA രാഷ്ട്രീയ അതല്ലാതെ നമ്പ്യാര് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നടക്കില്ല, എളുപ്പമല്ല. ഓക്കെ യെസ്, എളുപ്പമല്ല. EDA രാഷ്ട്രീയ ആയുധമാക്കുന്നു എന്നുള്ള സ്ഥിരം ആരോപണം. അതിന് റിജി അങ്ങ് പിന്നെ ജാർഖണ്ഡിലും അതുപോലെ ഡൽഹിയിലും സിസോദിയും പിന്നെ നമ്മുടെ കേജ്രിവാളും എല്ലാം പോയി. അത് യേശുവോ ആ ഒരു ആയുധം അതിന് മൂർച്ചയുണ്ടാവുമോ? എനിക്ക് സത്യത്തിൽ റെജിയോട് ഇപ്പോഴാണ് വളരെ ബഹുമാനം തോന്നിയത്. ഈ ആരോപണം റെജി ഉന്നയിച്ചിരുന്നെങ്കിൽ ഞാൻ ഈ ഉത്തരം എങ്ങനെ പറയുന്ന ആലോചിച്ചിട്ടിരിക്കും. ഞാൻ അനിൽ നമ്പ്യാരോ അല്ല ടെക്സ്റ്റ് എങ്ങാനും ചെയ്തിട്ട് ഇത് പറയേണ്ടി വരുമോ എന്ന്. അപ്പൊ കൃത്യമായിട്ട് റെജി ആ ട്രാപ്പിൽ വന്ന് വീണു. എനിക്ക് അത്ഭുതം തോന്നി. റെജി ഇങ്ങനെ പറയുന്ന വിചാരിച്ചില്ല. ഗോവിന്ദൻ സഖാവിന് അത് പറയാം, അദ്ദേഹത്തിന് എന്തും പറയാം. പക്ഷെ റെജി വന്ന് കൃത്യമായിട്ട് ആ ട്രാപ്പിൽ ഒന്ന് വീണ് കിട്ടി. അപ്പൊ റെജി ഒന്ന് ലാപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തു നോക്കണേ. ഓഗസ്റ്റ് 6 തീയതി 2024 പങ്കജ് ചൗധരി എന്ന് പറയുന്ന രാജ്യത്തെ ഫിനാൻസ് മിനിസ്റ്റർ, MOS ഫിനാൻസ്, അദ്ദേഹം പറഞ്ഞ പാർലമെന്റിൽ നിങ്ങളുടെ സിംഗങ്ങളൊക്കെ അവിടെ ഇരുന്ന് ബഹളം വെക്കുമ്പോൾ ഇതൊന്നും കേൾക്കാതിരിക്കാൻ വഴിയില്ല. കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ED ഹാസ് ബീൻ ഹിറ്റ് 93% ഓഫ് ദ കൺവിക്ഷൻ റേറ്റ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് തരുന്നുണ്ട്. അതിന്റെ ഇത് ബാക്കി ഡീറ്റെയിൽസ് താങ്കൾക്ക് മാതൃഭൂമി, മനോരമ, ജന്മഭൂമി സംശയം ഉണ്ടെങ്കിൽ ഈ ഹിന്ദു പത്രത്തിന്റെ ലിങ്കും ഞാനിപ്പോ ശ്രീ അനിൽ നമ്പ്യാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതില് PMLA കേസിൽ എത്ര സീസ് ചെയ്തിട്ടുണ്ട്, എത്ര കോടി രൂപ, എത്ര 3726 കോടി രൂപ സീസ് ചെയ്തിട്ടുണ്ട്. ഫ്രോസൺ എമൗണ്ട് ഹാസ് ബീൻ 4 lakh അറൌണ്ട് 4652 ക്രോസ്. അറ്റാച്ച്ഡ് 1,31,000 കോടി രൂപ. 34 കേസോളം കൺവിക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം 2025 EDയുടെ ചെയർമാൻ ഡയറക്ടർ രാഹുൽ നവീൻ, അദ്ദേഹം May 1, 2025 കടന്ന റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് 47 കേസ് വന്നു, അതിന്റെ ഡിസിഷൻസ് വന്നു. അതിൽ 3 പേര് മാത്രമാണ് രക്ഷപ്പെട്ടത്. 93.5% അഗെയിൻ ഹാസ് ബീൻ കൺവിക്ഷൻ റേറ്റ് എന്ന് പറഞ്ഞ് EDയുടെ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോ പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട്, EDയുടെ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഇതൊന്നും നമ്മളുടെ ഗോവിന്ദൻ സഖാവിനോ റെജി സഖാവിനോ വിശ്വാസമാവില്ല. ഇനിയിപ്പോ പാകിസ്ഥാൻ പാർലമെന്റിൽ എങ്ങാനും പറഞ്ഞാൽ ഇവർക്ക് വിശ്വാസമാവോ എന്ന് എനിക്ക് അറിഞ്ഞു. ഞാൻ അവർക്ക് കത്തയച്ചു കൊടുക്കാം. അവർ പറഞ്ഞാൽ വിശ്വാസമാണെങ്കിൽ വിശ്വാസമാവട്ടെ, അങ്ങനെയെങ്കിലും നടക്കട്ടെ. 2, അദ്ദേഹം പറഞ്ഞ അടുത്ത തമാശ, പിന്നെ അദ്ദേഹം പറഞ്ഞത് FIR ഇട്ട EDക്കാർക്കെതിരെ കേസ് നടക്കുന്നു. ഈ കാര്യം തന്നെ FIR ഇട്ട കേസുകളിൽ വിധി പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ മുഴുവൻ FIR എന്തോരം ഇട്ടേക്കുന്നു. അത് കോടതിയിൽ വന്ന് വിധിക്കുമ്പോഴല്ലേ അതിലെ കൺവിക്ഷൻ റേറ്റ് എത്രയെന്ന് പറയാൻ പറ്റുള്ളൂ. FIR ഇട്ട കേസുകൾ 10,000, വിധിച്ച കേസുകൾ 10 അത് കാരണം 1% വിധി വന്നുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. ഇത്തരം ബാലിശമായ ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ ഇറക്കുമ്പോൾ ഇത് കേരളമാണ് എന്ന് താങ്കൾ പറയുന്നത് താങ്കളെങ്കിലും ആലോചിക്കണം. 2, അങ്ങ് പറഞ്ഞ മറ്റൊരു കാര്യം, ഈ കേസിൽ തന്നെ ED കേസിൽ തന്നെ പലർക്കും ജാമ്യം കിട്ടിയെന്ന് പറയുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കൂടത്തായി വധക്കേസിലെ ജോളിക്ക് 3 കേസിൽ ജാമ്യം കിട്ടിയിട്ടുണ്ട്. 1 കേസിൽ കിട്ടാത്തതുകൊണ്ട് അകത്ത് കിടക്കണേ. അപ്പൊ ജാമ്യം കിട്ടി, ഇപ്പൊ പലർക്കും ജാമ്യം കിട്ടി എന്ന് പറയുന്നത് കൊണ്ട് അത് കുറ്റവിമുക്തനായി എന്നല്ല. ചിലതില് ബെയിലീസ് റൂൾ ആൻഡ് ജയിലീസ് എക്സെപ്ഷൻ എന്നുള്ള നിയമപ്രകാരം പലയിടത്തും ജാമ്യം കിട്ടുന്നുണ്ട്. ഇതൊന്നും സാമാന്യവൽക്കരിക്കത്, ദയവായി അത് നിയമത്തിന് അതീതമാകും. അടുത്ത അദ്ദേഹം ഒരു ഇതായിട്ട് പറഞ്ഞത്, അതും നന്ദി പറയുന്നു. കാരണം അദ്ദേഹം പറഞ്ഞത് CPM നെവർ ടേക്കൺ എനി ഇലക്ട്രൽ ബോണ്ട്. ഭയങ്കര അത്ഭുതമാണ്. പക്ഷേ DMK 25 കോടി മേടിച്ചു. DMK 25 കോടി മേടിച്ചു. അതെന്തിനാ? DMK എത്ര ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചു? 656 കോടി രൂപ വാങ്ങിച്ചു. ആരുടെ ഏറ്റവും കൂടുതൽ വാങ്ങിച്ച്? മാർട്ടിന്റെ. ആരാ മാർട്ടിൻ? ലോട്ടറി ഏജന്റ്, ലോട്ടറി രാജാവിന് എത്ര മേടിച്ച്? 550 കോടി. 550 കോടി മേടിക്കുമ്പോൾ 25 കോടി ഇവർക്ക് കിട്ടും. അത് അക്കൗണ്ടിൽ കിട്ടും. അക്കൗണ്ടിൽ കിട്ടാത്തതിന്റെ കുറെ കണക്കുകളും കൂടി ഇപ്പൊ പുറത്തേക്ക് വരുന്നുണ്ട്. ആ കണക്കുകൾ ഞാൻ വീണ്ടും പറയാം. അപ്പൊ അങ്ങനെ ഇലക്ട്രൽ ബോണ്ട് ഡയറക്റ്റ് മേടിച്ചിട്ടില്ല, കള്ളന്റെ കൊള്ളക്കാരൻ്റെ ാണ് കണക്ക്. എന്റെ റെജി, ഇതൊക്കെ ആരോടാ പറയണത്? ബ്രാഞ്ച് ഓഫീസിൽ പോയിരുന്നു പറയാൻ കൊള്ളാം. പിന്നെ അടുത്തത്, പിന്നെ ഒരു തട്ടിപ്പ് കൂടെ ഉണ്ടോ. ഞാൻ പലവണ പറഞ്ഞ ഇവര് ഈ മുത്തൂറ്റിൽ സമരം ചെയ്തില്ലേ, മുത്തൂസിന്റെ ചെയർമാനെ കല്ലെറിഞ്ഞ് അനിൽ നമ്പ്യാർ തിരുവനന്തപുരത്ത് വെച്ചിട്ടാ. മുത്തൂറ്റ് ഭയങ്കര സമരം, ചെയർമാനെതിരെ കല്ലേറ്. ആ സമയത്ത് ഇവരവിടെ നിന്ന് 25 കോടി വാങ്ങിച്ചു മുത്തൂറ്റിന്ന്. എന്നിട്ട് സമരം പൊളിച്ചു. എന്നാൽ ആ സമരം പൊളിഞ്ഞു പോയില്ലേ?
ഇവരിങ്ങനെ സമരങ്ങൾ പൊതിക്കാൻ CITUവിനെയും ഇത്തരത്തിലുള്ള ഡിവൈഎഫ്ഐയും പുറത്തിറക്കി വിട്ട് സമരം ചെയ്യുകയും അതേ കാലഘട്ടത്തിൽ തന്നെ മുത്തൂറ്റിൽ നിന്നും മാർട്ടിന്റെ നിന്നും DMK നിന്നും എവിടെ നിന്നൊക്കെ പണം കിട്ടുമോ അവിടെ നിന്നെല്ലാം മേടിച്ചിട്ടുണ്ട്. ഇപ്പൊ മേഘയുടെ നിന്നും മേടിച്ചിട്ടുണ്ട്, അവിടെ മണ്ണായിട്ടും കൊടുത്തിട്ടുണ്ട്, വേറെ പലതായിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇതാണ് നിങ്ങളുടെ നയം. ഞാനിപ്പോ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അപ്പൊ അതാണ് നയം. ഇനി ഈ കരുവന്നൂർ നിങ്ങൾ കാണിച്ച തട്ടിപ്പ് എന്തൊക്കെയാ? കരുവന്നൂർ പാർട്ടി അക്കൗണ്ടുകൾ എത്രണ്ണമുണ്ട് സഖാവെ? നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. സീരിയൽ നമ്പർ CPIM പൊരാത്തിശ്ശേരി ലോക്കൽ കമ്മിറ്റി ബിൽഡിംഗ് അക്കൗണ്ട് 99513 അക്കൗണ്ടിൽ എത്ര ലക്ഷം കിടപ്പുണ്ട്? എത്ര ലക്ഷം പിടിക്കപ്പെട്ടു? CPM പൊറാത്തോട് ബ്രാഞ്ച് 8019 അക്കൗണ്ട് നമ്പർ എത്ര കോടി കിടപ്പുണ്ട്? CPM ഏരിയ കോൺഫറൻസ് സോവനീർ കമ്മിറ്റി 5580 അക്കൗണ്ട് നമ്പർ എത്ര കോടി കിടപ്പുണ്ട്? CPM പൊറാത്തുശ്ശേരി നോർത്ത് സൗത്ത് എല്ലാം ഉണ്ട്. 2 ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും പ്രതിപട്ടികയിലുണ്ട്. പൊറാത്തുശ്ശേരി സൗത്ത് അക്കൗണ്ട് അവിടെ കിടപ്പുണ്ട് കുറെ അക്കൗണ്ട്. ഇങ്ങനെ ഓരോ CPM അക്കൗണ്ടിലും ലക്ഷങ്ങൾ കോടികൾ അവിടെ വെച്ചേക്കാണ് ഈ ബ്രാഞ്ചിന് മാത്രം. പിന്നെ കള്ള അക്കൗണ്ടുകളിൽ വേറെ. ഇതെല്ലാം ED കൃത്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളുടെ ബ്രാഞ്ച് കമ്മിറ്റികളും നിങ്ങളുടെ ജില്ലാ കമ്മിറ്റികളും കൊള്ള സങ്കേതമായി മാറിയിരിക്കുന്നു എന്നല്ലേ ഇതിന്റെ കണക്കുകൾ. അല്ല ശിവശങ്കർ, ഇന്ന് എനിക്ക് തോന്നുന്നു ഗോവിന്ദൻ സഖാവാണോ അല്ലെങ്കിൽ രാമകൃഷ്ണൻ സഖാവാണോ എന്നറിയില്ല, അവർ ചോദിച്ചത് ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ED അറസ്റ്റ് ചെയ്തില്ല എന്ന്. അതാണ് ഇപ്പോഴത്തെ ചോദ്യം. മൊയ്തീനെയും അതുപോലെ രാധാകൃഷ്ണനെയും അതുപോലെ വർഗീസിനെയും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? അല്ല, അത് ഇവർക്കിപ്പോ ചില താല്പര്യം കണ്ട് എങ്ങനെയെങ്കിലും ചിലരെ അറസ്റ്റ് ചെയ്ത് ഇടുന്നതുകൊണ്ടായിരിക്കാം. ഇതേ ചോദ്യം എനിക്ക് നേരെ തിരിച്ച് റജിയോട് ചോദിക്കാനുള്ളത്. BJPയുടെ എല്ലാ ബാങ്കുകളും തട്ടിപ്പാന്ന് പറഞ്ഞു. നിങ്ങളെന്താ അറസ്റ്റ്? വിജിലൻസ് എവിടെ ഇരിക്കണേ? അതെ, നിങ്ങളെന്താ കൈ കെട്ടിയിട്ടുണ്ടോ വിജിലൻസിന്റെ? നിങ്ങൾ ഞങ്ങളുടെ ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്ന ധൈര്യം ഉണ്ടെങ്കിൽ വാ അങ്ങോട്ട്. തട്ടിപ്പുണ്ടെങ്കിൽ വിജിലൻസ് ഉണ്ടല്ലോ, എല്ലാം ഇരട്ടച്ചങ്കൻ ഒരാൾ ഇരിപ്പുണ്ടല്ലോ അവിടെ. അപ്പൊ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാത്ത? അപ്പൊ അത് നിങ്ങൾക്ക് വയ്യ. ED ചോദ്യം ചെയ്യുമ്പോൾ EDയുടെ എന്നിട്ട് പറയാണ് EDയുടെ ഒരു ഉദ്യോഗസ്ഥനെ ഞങ്ങൾ കേസിൽപ്പെടുത്തി. അങ്ങനെയാണെങ്കിൽ ഇവിടെ പോലീസുകാർക്ക് കേസ് എടുക്കാൻ പറ്റില്ലല്ലോ. എന്തോരം പോലീസുകാരാണ് തട്ടിപ്പിനും കേസിനും അറസ്റ്റ് ചെയ്തിറക്കുന്നത്? എന്തോരം സിവിൽ ഉദ്യോഗസ്ഥരാണ് അറസ്റ്റ് ചെയ്തിറക്കുന്നത്? എന്തോരം സർക്കാർ ഉദ്യോഗസ്ഥരാണ് മറ്റുള്ള കേസിൽ പെട്ട് കിടക്കുന്നത്? ഇനി അതൊന്നും വേണ്ട. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കെതിരെ എന്തു പറയണം? ആദ്യത്തെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി ജയിലിലായി, ഇപ്പൊ രണ്ടാമത്തെ പ്രൈവറ്റ് സെക്രട്ടറിക്കെതിരെ CBI കേസ്. അങ്ങനെയാണെങ്കിൽ മകൾക്കെതിരെ കേസ്, മരുമോനെതിരെ കേസ്. ഇങ്ങനെയാണെങ്കിൽ അയാൾ മാത്രം കുറ്റവാളിയല്ല, പക്ഷെ ചുറ്റുമുള്ള മുഴുവൻ കള്ളന്മാരും കൊള്ളക്കാരും. ഇങ്ങനെയാണെങ്കിൽ ആ മുഖ്യമന്ത്രി എന്താ പറയണ്ടേ? അപ്പൊ ഇതൊന്നും നീതി വ്യവസ്ഥയ്ക്ക് ചോർന്നതല്ല. ജനങ്ങൾക്ക് ഇന്ന് മനസ്സിലായി. ഇന്ന് സംസ്ഥാനത്തെ പാർട്ടിക്ക് CPM അവർക്ക് ഇന്ന് കൊള്ള നടത്താനായി പാർട്ടിക്ക് നേരത്തെ അന്വേഷണ കമ്മിറ്റിയും പോലീസും ഉണ്ട്. പാർട്ടിക്ക് ഇപ്പോ ബാങ്ക് വന്നിരിക്കുന്നു. പാർട്ടിക്ക് നേരത്തെ കൊലപാതകം നടത്താൻ ആളുണ്ട്. പാർട്ടിക്ക് ഇത് അന്വേഷണ കമ്മീഷനും കോടതിയും വന്നിരിക്കുന്നു. നിങ്ങൾ തന്നെ നിശ്ചയിക്കും. നിങ്ങൾ തന്നെ ഓരോ പാർട്ടിക്കും ഓരോ കാലഘട്ടത്തിലും അന്വേഷണ കമ്മീഷനെ വെച്ച് ഇത് നിരപരാധിത്വം തെളിയും. നിങ്ങൾ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് ഒരു പ്രോഗ്രസ് കാർഡ് ഉണ്ടാക്കി സ്വയം ഒപ്പിടുന്ന പോലെ നിങ്ങൾ തന്നെ ഒപ്പിട്ടാൽ ജനങ്ങൾ വിശ്വസിക്കുന്ന കാലം മാറിയിരിക്കുന്നു. ജനങ്ങൾക്ക് സത്യസന്ധമായി മനസ്സിലാക്കിയിരുന്നുള്ളതാണ് സത്യം.